നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെ പറ്റിയാണ്. പാലും തേനും ഒഴുകുന്ന ഒരു നാടിനെപ്പറ്റി യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതാണ് കനാൻ ദേശം. യഹൂദർ തങ്ങളുടെ പിതാമഹനായി കരുതുന്ന അബ്രഹാമിനും ദൈവം വാഗ്ദാനം ചെയ്ത രാജ്യമാണ് കനാൻ നാട്. കനാൻ നാട് ഇന്നത്തെ ഇസ്രായേലും പാലസ്തീനും ചേർന്ന പ്രദേശമാണ്. ക്രൈസ്തവരുടെ ബൈബിളിലും യഹൂദരുടെ ഗ്രന്ഥങ്ങളിലും അബ്രഹാമിനെ പറ്റിയും കനാൻ ദേശത്തെപ്പറ്റിയും വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. യഹൂദർ, ജൂതർ എന്നൊക്കെ അറിയപ്പെടുന്ന യഹൂദ മതവിശ്വാസികളുടെ നാടാണ് ഇന്നത്തെ ഇസ്രായേൽ. ലോകത്തിലെ ഏക യൂതരാഷ്ട്രം കൂടിയാണ് ഇസ്രായേൽ. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ 12 മക്കളിൽ നിന്നാണ് 12 യഹൂദ ഗോത്രങ്ങളുണ്ടായത്. യാക്കോബിന് ഇസ്രായേൽ എന്നൊരു പേര് കൂടി ഉണ്ട്. യാക്കോബിൻ്റെ മക്കളെന്ന അർത്ഥത്തിലാണ് ഇസ്രായേൽകാർ എന്നും യഹൂദർ എന്നും അറിയപ്പെടാൻ കാരണം. 12 ഗോത്രങ്ങളിൽ ഏറ്റവും ശക്തം യൂദായുടെ ഗോത്രമാണ്. അങ്ങനെയാണ് യൂതന്മാർ എന്ന പേരുണ്ടായത്. ഹിബ്രു അഥവാ എബ്രായയാണ് യഹൂദരുടെ ഭാഷ. ലോകത്തിലെ ഏക യൂതരാജ്യം യെരുശലേം, അതിൻ്റെ ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ തലസ്ഥാനം ജെറുസലേമാണ്. ഹിബ്രു ആണ് ഔദ്യോഗിക ഭാഷ. കൂടാതെ അറബിയും അവിടുത്തെ ഭാഷയാണ്. ഷേക്കൽ ആണ് നാണയം. 20,772 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. ഇത് ഏകദേശം കേരളത്തിൻ്റെ പകുതി വലിപ്പമേ ഉള്ളൂ. 68 ലക്ഷത്തോളം ജനസംഖ്യയുണ്ട്. യഹൂദർക്ക് പുറമെ ഇസ്ലാം മതവിശ്വാസികൾ, ക്രിസ്തു മതവിശ്വാസികൾ തുടങ്ങിയവർ അവിടെ താമസമുണ്ട്. 95% സാക്ഷരതാ നിരക്ക്. നമ്മുടെ നാട്ടിലേതുപോലെ പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇസ്രായേലിൽ. രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് പ്രസിഡൻ്റാണ്. എന്നാൽ ഭരണത്തിൽ പ്രസിഡന്റിന് വലിയ പങ്കൊന്നുമില്ല. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമാണ് ഭരണ ചുമതല. പ്രധാനമന്ത്രി, സുപ്രീം കോടതി ജഡ്ജി, അംബാസഡർമാർ തുടങ്ങിയവരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയിലെ അംഗങ്ങളാണ് മന്ത്രിമാരാകുന്നത്. എന്നാൽ ഇസ്രായേലിൽ അങ്ങനെയല്ല. മിക്ക പാർട്ടിക്കാരും ഉണ്ടാകും മന്ത്രിസഭയിൽ. പാർട്ടിയുടെ അംഗബലം അനുസരിച്ചായിരിക്കും മന്ത്രിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത്. ഇസ്രായേലിലെ ആഘോഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യഹൂദരുടെ പ്രധാന ആഘോഷമാണ് പെസഹ പെരുന്നാൾ. ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് യഹൂദർ മോചനം നേടിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ പെരുന്നാൾ. യൂദരെ രക്ഷിച്ച എസ്തേറിനെ അനുസ്മരിപ്പിക്കുന്ന ആഘോഷമാണ് പുരീം. ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ശപിക്കുക, ഇസ്രായേലിന് മംഗളം ആശംസിക്കുക, പരസ്പര സമ്മാനങ്ങൾ കൊടുക്കുക എന്നിവയാണ് പുരീമിൻ്റെ ആഘോഷ പരിപാടികൾ. യോം കീപ്പൂർ ആണ് മറ്റൊരു പ്രധാന ആഘോഷം. കുട്ടികളും മുതിർന്നവരുമൊക്കെ പ്രത്യേകതരം കാഹളമൂതുന്ന ആഘോഷമാണ് കാഹളപ്പെരുന്നാൾ. ദീപാവലി പോലെയുള്ള ആഘോഷമാണ് യൂദരുടെ പ്രധാന പെരുന്നാൾ. അതിനെ സമർപ്പണ പെരുന്നാൾ എന്നു പറയും. ഇസ്രായേലിലെ യഹൂദർക്ക് ഭൂമി വിൽക്കാൻ അധികാരമില്ല. കാരണം അത് ദൈവം ദാനമായി തന്നതാണ് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഭൂമി വിൽക്കുന്നത് പാപമാണ്. എന്നാൽ സ്ഥലം പാട്ടത്തിന് കൊടുക്കാം. അതിന് കാലാവധി 44 വർഷമാണ്. 1947 ചാവുകടലിനടുത്തുള്ള ഒരു ഗുഹയിൽ നിന്നും പ്രാചീനമായ ചില ലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ആടു മേയ്ക്കാനിറങ്ങിയ ഒരു ഇടയനാണ് ലിഖിതങ്ങളുടെ ചുരുൾ ആദ്യമായി കണ്ടെത്തിയത്. 2000-ലധികം വർഷം പഴക്കമുള്ള ഈ ചുരുൾ ലോകത്തിലെ ഏറ്റവും പ്രാചീന ലിഖിതങ്ങളിലൊന്നാണ്. ചാവുകടൽ രേഖകൾ, ഡെഡ് സീ സ്ക്രോൾസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അടുത്തുള്ള മറ്റ് ഗുഹകളിൽ നിന്ന് ഇത്തരം 11 ലിഖിതങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ടായി പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞു. ഹിബ്രു ഭാഷയിലാണ്
മിക്ക ലിഖിതങ്ങളും എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവ അറാമയ ഭാഷയിലും. ഇങ്ങനെ കിട്ടിയ ലിഖിതങ്ങൾ ചാവുകടൽ രേഖകൾ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ യഹൂദന്മാരോട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ തെളിവാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കണ്ടെടുത്ത ജൂതശാസനം. ഭാസ്കര രവിവർമ്മ എന്ന ചേര രാജാവ് യഹൂദാപ്രമാണിയായ ജോസഫ് റബ്ബാന് ചില സൗജന്യങ്ങൾ നൽകി. അതിൻ്റെ രേഖ കൂടിയാണ് ജൂതശാസനം. അദ്ദേഹത്തിനും മക്കൾക്കും രാജപദവിയാണ് ഭാസ്കര രവിവർമ്മ അനുവദിച്ചത്. അതുകൂടാതെ മറ്റനേകം ആനുകൂല്യങ്ങളും നൽകിയിരുന്നു. ഇത് യഹൂദന്മാരെ പറ്റിയും ഇസ്രായേലിനെ പറ്റിയും ജൂത വംശത്തെപ്പറ്റിയുമൊക്കെയുള്ള ഒരു ചെറിയ വിവരണമാണ്. അത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.